ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് കുറേയധികം മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ക്ലാസ് നോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഈ പരീക്ഷ ഒരുപാട് നിലവാരം പ്രതീക്ഷിക്കരുത്, എന്നോട്ട് താഴത്തുമില്ല. അപ്പോൾ നിസ്സാരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ഏതൊക്കെയാ? തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ, മത്സ്യ വളർത്തൽ. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ശാസ്ത്രീയമായ മുയൽ വളർത്തലിനെ വിളിക്കുന്ന പേരാണ് കൂണി കൾച്ചർ, അല്ലേ? മുയൽ വളർത്തലിനെ നമ്മൾ വിളിക്കും കൂൺ വളർത്തൽ വല്ലതും ആണോ? അല്ല, മുയൽ വളർത്തലിനെ വിളിക്കുന്ന പേരാണ് എന്താ? കൂണി കൾച്ചർ. എന്ത് വിളിക്കും? മുയൽ വളർത്തലിനെ വിളിക്കുന്ന പേരാണ് കൂണി കൾച്ചർ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ശാസ്ത്രീയമായ മുയൽ വളർത്തലിനെ അറിയപ്പെടുന്ന പേരെന്താ മക്കളെ? കൂണി കൾച്ചർ, അല്ലേ? അപ്പൊ ഇതിനോടനുബന്ധിച്ചുള്ള കുറെ അധികം ചോദ്യങ്ങൾ വരും, സമാനമായ ചോദ്യങ്ങൾ വരും. നമുക്ക് നോക്കിയാലോ? നമ്മുടെ PSC പരീക്ഷയിൽ ഒരു 13 കൾച്ചറുകൾ ചോദിക്കും. സ്ഥിരം ചോദിക്കുന്നത് മുയൽ വളർത്തലാണെങ്കിലും ഒരു 13 കൾച്ചർ PSCക്ക് അറിയാം. നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്ക് മത്സര പരീക്ഷയിൽ 13 കൾച്ചറുകളുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്ന് തുടങ്ങാം. ഏതാ? പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ഒലേറി കൾച്ചർ. പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? ഒലേറി കൾച്ചർ. പച്ചക്കറി അല്ലേ, നല്ല കലോറി കിട്ടും എന്ന് ഓർക്കുക. പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ്, ശാസ്ത്രീയമായ പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ഒലേറി കൾച്ചർ. ഏതാണ്? ഒലേറി കൾച്ചർ. ഏതാണ്? ഒലേറി കൾച്ചർ. പഴം പച്ചക്കറി കൃഷി ഏതാണ്? ഹോർട്ടികൾച്ചർ. പഴം പച്ചക്കറി കൃഷി എന്ത് വിളിക്കും? ഹോർട്ടികൾച്ചർ. പഴം പച്ചക്കറി കൃഷി എന്ത് വിളിക്കും? ഹോർട്ടികൾച്ചർ. എന്താ പറഞ്ഞേ? അപ്പൊ പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? എന്താ? ഒലേറി കൾച്ചർ. അപ്പൊ പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ഒലേറി കൾച്ചർ. ഓക്കെ. പഴം പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ഹോർട്ടികൾച്ചർ. പഴം പച്ചക്കറി കൃഷി വിളിക്കുന്ന പേരെന്താ? ഹോർട്ടികൾച്ചർ. കിട്ടുന്നുണ്ടോ മക്കളെ? കിട്ടുന്നുണ്ടോ? അപ്പൊ പഴം പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? ഹോർട്ടികൾച്ചർ. ഓക്കെ. മുന്തിരി കൃഷി, മുന്തിരിങ്ങ ആവുമ്പോൾ നമുക്ക് വിൽക്കാം. മുന്തിരി കൃഷിയെ വിളിക്കുന്ന പേരാണ് വിറ്റികൾച്ചർ. മുന്തിരി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? വിറ്റികൾച്ചർ. ഓർത്തിരിക്കാമല്ലോ. പച്ചക്കറി കൃഷി എന്താണ്? പച്ചക്കറി കൃഷി ഒലേറി കൾച്ചർ. പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ഏതാ? ഒലേറി കൾച്ചർ. പഴം പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? ഹോർട്ടികൾച്ചർ. മുന്തിരി കൃഷിയെ വിളിക്കുന്ന, ശാസ്ത്രീയമായി മുന്തിരി വളർത്തലിനെ വിളിക്കുന്ന പേരാണ് വിറ്റികൾച്ചർ. ഏതാണ്? വിറ്റികൾച്ചർ. 3 കിട്ടിയല്ലോ. അപ്പൊ പട്ടുനൂൽ കൃഷി ഏതാണ്? പട്ടുനൂൽ കൃഷി. നല്ല പട്ടുനൂൽ ഉണ്ടെങ്കിൽ സാരിയൊക്കെ ഉണ്ടാക്കാം, അല്ലേ? പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. പട്ടുനൂൽ കൃഷി എന്താണ്? സെറികൾച്ചർ. പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. നോക്കിയേ, മൾബറി കൃഷി. പട്ടുനൂലിന്റെയൊക്കെ ആഹാരമല്ലേ മൾബറി ചെടി, അല്ലേ? മൾബറിയുടെ അല്ല. അപ്പൊ മൾബറി കൃഷിയെ വിളിക്കുന്ന പേരാണ് മോറികൾച്ചർ. മൾബറി കൃഷിയെ വിളിക്കുന്ന പേരെന്താ? മോറികൾച്ചർ. അപ്പൊ വെറും പച്ചക്കറി കൃഷി എന്ത് വിളിക്കും? ഒലേറി കൾച്ചർ. പഴം പച്ചക്കറി എന്ത് വിളിക്കും? ഹോർട്ടികൾച്ചർ. മുന്തിരി കൃഷി വിറ്റികൾച്ചർ. ഓക്കെ, സെറ്റാണ്. അപ്പൊ പട്ടുനൂൽ കൃഷിയെ വിളിക്കുന്ന പേരെന്താ? സെറികൾച്ചർ. പട്ടുനൂൽ കൃഷി എന്താണ്? സെറികൾച്ചർ. പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. മൾബറി കൃഷി മോറികൾച്ചർ. മൾബറി കൃഷി എന്താണ്? മോറികൾച്ചർ. ഓക്കെ, മൾബറി കൃഷി മോറികൾച്ചർ. വനവൽക്കരണത്തെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ വനവൽക്കരണത്തെ പറയുന്ന പേര് എന്താ? സിൽവി കൾച്ചർ. വനവൽക്കരണം സിൽവി കൾച്ചർ. വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏതാ? സിൽവി കൾച്ചർ. കിട്ടിയോ? മുയൽ വളർത്തൽ. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ. മുയൽ വളർത്തൽ ഏതാണ്? മുയൽ വളർത്തൽ കൂണി കൾച്ചർ. അപ്പൊ തന്നെ നമ്മൾ ഓർത്തു വെക്കണം, മഷ്റൂം വളർത്തൽ. തിരിഞ്ഞു പോരുത്. കൂൺ കൃഷി. ഇപ്പൊ മുയൽ വളർത്തൽ കൂണി കൾച്ചർ ആണെങ്കിൽ മഷ്റൂമിനെ വളർത്തുന്നതിന് എന്ത് വിളിക്കും? മഷ്റൂം കൾച്ചർ. ഏതാണ്? മഷ്റൂം കൾച്ചർ. അത് ഓർത്തിരിക്കുക, മാറിപ്പോരുത്. അപ്പൊ തേനീച്ച കൃഷി എന്ത് വിളിക്കും? എപ്പി കൾച്ചർ. തേനീച്ച കൃഷി എന്ത് വിളിക്കും? ഇവിടെ എപ്പി കൾച്ചർ. തേനീച്ച കൃഷി എപ്പി കൾച്ചർ. ഓക്കെ, കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായോ? വെറും പച്ചക്കറി കൃഷി ഒലേറി കൾച്ചർ. പഴം പച്ചക്കറി കൃഷി എന്താണ്? പഴം പച്ചക്കറി കൃഷി എന്താ? ഹോർട്ടികൾച്ചർ. മുന്തിരി കൃഷി വിറ്റികൾച്ചർ. മുന്തിരി കൃഷി വിറ്റികൾച്ചർ. അപ്പൊ അങ്ങനെയാണ് പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. മൾബറി കൃഷി മോറികൾച്ചർ.
വനവൽക്കരണം സിൽവി കൾച്ചർ, വനവൽക്കരണം സിൽവി കൾച്ചർ. മുയൽ വളർത്തൽ കൂണി കൾച്ചർ, മുയൽ വളർത്തൽ എന്താണ് മക്കളെ? കൂണി കൾച്ചർ. കിട്ടിയോ? അപ്പൊ തേനീച്ച കൃഷി എന്ത് വിളിക്കും? എപ്പി കൾച്ചർ. തേനീച്ച കൃഷി എന്ത് വിളിക്കും? എപ്പി കൾച്ചർ. ഓക്കെ. മണ്ണിര കൃഷി നമുക്കറിയാം. മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ എന്താ പറയുന്ന മക്കളെ? പറഞ്ഞു നോക്ക്. മണ്ണിര കമ്പോസ്റ്റ് എന്താ? വെർമിഫോം കമ്പോസ്റ്റ് അല്ലേ? മണ്ണിര കൃഷി വെർമി കൾച്ചർ. മണ്ണിര കൃഷി എന്ത് വിളിക്കും? വെർമി കൾച്ചർ. മണ്ണിര കൃഷി എന്ത് വിളിക്കും? വെർമി കൾച്ചർ. ഓക്കെ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. കൂൺ കൃഷി എന്താണ്? മഷ്റൂം കൾച്ചർ. കിട്ടിയോ? ഇനി പക്ഷി വളർത്തൽ, പക്ഷികളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഏവിസ്. എന്ത് വിളിക്കും? പക്ഷികളുടെ കൂട്ടത്തെ ഏവിസ് എന്ന് വിളിക്കും. മത്സ്യങ്ങളുടെ കൂട്ടത്തെ എന്ത് വിളിക്കും? പിസിസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പിസിസ്. അപ്പൊ ഓർത്തിരിക്കുക എളുപ്പമാ. പക്ഷികളുടെ കൂട്ടത്തെ എന്താ മക്കളെ വിളിക്കുന്നത്? ഏവിസ് അല്ലേ? പക്ഷി വളർത്തലിനെ വിളിക്കുന്ന പേരാണ് ഏവി കൾച്ചർ. പക്ഷി വളർത്തൽ ഏവി കൾച്ചർ. പക്ഷി വളർത്തൽ ഏവി കൾച്ചർ. അങ്ങനെയാണെങ്കിൽ മത്സ്യകൃഷി പിസി കൾച്ചർ. മത്സ്യകൃഷി ഏതാ? പിസി കൾച്ചർ. കടൽ മത്സ്യകൃഷി മാരി കൾച്ചർ. കടൽ മത്സ്യകൃഷി ഏതാ മക്കളെ? മാരി കൾച്ചർ. കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. കിട്ടിയോ? എന്നാ PSC പരീക്ഷയില് 13 കൾച്ചറുകൾ മാറി തിരിഞ്ഞു ചോദിക്കും അല്ലേ? അപ്പൊ ആ 13 കൾച്ചറിന്റെ പേരുകളൊക്കെ പഠിച്ചല്ലോ. അപ്പൊ എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പ്രസ്താവിച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഇല്ലേ? ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്യമാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. കിട്ടിയോ? ഇപ്പൊ പച്ചക്കറി കൃഷി ഒലേറി കൾച്ചർ. ഇനി ആവർത്തിക്കേണ്ടല്ലോ മക്കളെ, ചോദിച്ച എഴുതുമല്ലോ. അപ്പൊ മുൻകാല ഡ്രൈവർ പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് നിസ്സാരമായ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മുയൽ ശാസ്ത്രീയമായ മുയൽ വളർത്തൽ എന്ത് വിളിക്കും? കൂണി കൾച്ചർ. സെറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത നിത്യം ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ സിലബസിൽ വ്യക്തമായി പറയുന്ന ഒന്നാണ് ജീവിത ശൈലി രോഗം അല്ലെ? ജീവിത ശൈലി രോഗം. അപ്പൊ ജീവിത ശൈലി രോഗവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, വായിച്ചു നോക്കിയേ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് വലിയ നിലവാരത്തില്, അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേയം കീറി മുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അത്ര അങ്ങ് വലുതായിട്ട് പോവില്ല. ഒരു മീഡിയം അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കണം. ഈ രോഗം നമുക്കറിയാം. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. ഏതാണ്? പാത്തോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താ മക്കളെ? പാത്തോളജി. നമ്മുടെയൊക്കെ ദേഹത്ത് രോഗാണുക്കള് പാത്തിരിക്കുമല്ലേ? അങ്ങനെ ഓർക്ക്, രോഗാണുക്കൾ പാത്തിരിക്കുന്നു. അപ്പൊ പാത്തോജൻസ് പാത്തിരിക്കുന്നു. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ വിളിക്കുന്ന പേരാണ് പാത്തോജൻസ്. എന്ത് വിളിക്കും? പാത്തോജൻസ്. അപ്പൊ രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി അല്ലെ? രോഗങ്ങൾ 2 ക്ലാസ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. പകരുന്നത്, പകരാത്തത്. അതില് പകരാത്ത രോഗമാണ് ഏതാ? ജീവിത ശൈലി രോഗം. പകരത്തില്ല ഇല്ലേ? എനിക്ക് പൊണ്ണത്തടി ഉണ്ട് എന്ന് കരുതി എന്റെ അടുത്തിരിക്കുന്നവന് പൊണ്ണത്തടി വരുമോ? ഇല്ല. അപ്പൊ എനിക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് എന്റെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണ്. എനിക്ക് എംഫീസീമ എന്ന അസുഖം ഉണ്ടെങ്കിൽ അത് എന്റെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണ്. എനിക്ക് സിറോസിസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണ് ഇല്ലേ? അപ്പൊ പകരാത്ത രോഗമാണ് ഏതാ? നമ്മൾ രോഗങ്ങള് 2 തരമുണ്ട്. പകരുന്ന രോഗമുണ്ട്, പകരാത്ത രോഗമുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താ? ജീവിതശൈലി രോഗമാണ്. ഈ ജീവിതശൈലി രോഗം പകരുന്നയാണോ പകരാത്തയാണോ? പകരാത്ത രോഗമാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. താഴെ തന്നിരിക്കുന്നവയിൽ ജീവിത ശൈലി രോഗം അല്ലാത്തത് ഏത്? ഓക്കെ. പ്രമേഹം ജീവിതശൈലി രോഗമാണോ? നോക്കാം. പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം അല്ലേ? ഇതിൽ ഏതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്? നിസ്സാരമായ ക്വസ്റ്റ്യൻ. പ്രമേഹം ജീവിതശൈലി രോഗമാണ് അല്ലേ? ആണ്. പ്രമേഹം ജീവിതശൈലി രോഗമാണ്. അപ്പൊ അതല്ല. അപ്പൊ ഫാറ്റി ലിവർ കൺഫേം അല്ലേ? ഫാറ്റി ലിവർ ആണ്. ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ലല്ലോ. ഹീമോഫീലിയ ഒരു ജീവിത ശൈലി രോഗമല്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഹീമോഫീലിയ ആണ്. ഏതാണ്? ഹീമോഫീലിയ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ നിരന്തരം ചോദിക്കുന്ന, അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ വേണേ പറയാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഏത്? ജീവിത ശൈലി രോഗം എന്ന ടോപ്പിക്കിൽ നിന്ന് 1 മാർക്ക് ഉറപ്പാ മക്കളെ. നിങ്ങൾക്ക് ധൈര്യമായി പഠിക്കാം. 1 മാർക്ക് കൺഫേം ആണ്. അപ്പൊ നോക്കാം. താഴെ പറയുന്നവയിൽ ജീവിത ശൈലി രോഗം അല്ലാത്തത് ഏത്? അപ്പൊ എന്താണ് ജീവിത ശൈലി രോഗം? എന്താണ് ജീവിതശൈലി രോഗം? നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നോക്കാം. എന്താണ് ജീവിതശൈലി രോഗം? തെറ്റായ ജീവിത രീതി, നമ്മുടെ അനാരോഗ്യപരമായിട്ടുള്ള
തെറ്റായ വഴിനടപ്പ്, ജീവിത രീതിയിലൂടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ജീവിത ശൈലി രോഗം. അത് ഞാൻ പറഞ്ഞു തരാവേ. അപ്പൊ ജസ്റ്റ് നോക്കി ഇതിന് ആൻസറിലേക്ക് ഒന്ന് പോവാം. തെറ്റായ ജീവിത രീതിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ എന്ത് വിളിക്കാം? ജീവിത ശൈലി രോഗം. ഏതാ ഓപ്ഷൻസ്? എ പ്രമേഹം ജീവിതശൈലി രോഗമാണോ? അതെ, പ്രമേഹം ജീവിതശൈലി രോഗമാണ്, സംശയമില്ലല്ലോ. പ്രമേഹം ജീവിതശൈലി രോഗം തന്നെയാണ് അല്ലേ? പ്രമേഹം ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ അതും ജീവിതശൈലി രോഗം തന്നെയാണ്. ഹീമോഫീലിയ മക്കളെ, ഹീമോഫീലിയ ജീവിത ശൈലി രോഗമല്ല, അല്ല. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെ. നോക്കിയേ, പക്ഷാഘാതം അത് ജീവിതശൈലി രോഗമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഹീമോഫീലിയ. അപ്പൊ ഏതാണ് മക്കളെ ജീവിതശൈലി രോഗം? ഏതാണ്? ഹീമോഫീലിയ. ഏതാണ്? ഈ തന്നിരിക്കുന്ന 4 ചോയ്സില് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഹീമോഫീലിയ ആണ്. നോക്കിയേ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. രോഗങ്ങളെയും രോഗാണുക്കളെയും കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പത്തോളജി ഏതാണ്? രോഗങ്ങളെയും രോഗാണുക്കളെയും കുറിച്ചുള്ള പഠനമാണ് മക്കളെ എന്താ? പത്തോളജി. പത്തോളജി, പത്തോളജി. ഓക്കെ. സൂക്ഷ്മജീവികൾ, എല്ലാ സൂക്ഷ്മജീവികളും, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, ഇതെല്ലാം സൂക്ഷ്മജീവികളാണ് അല്ലേ? അല്ലേ മക്കളെ? എല്ലാ സൂക്ഷ്മജീവികളും നമുക്ക് രോഗമുണ്ടാക്കില്ല. രോഗമുണ്ടാക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവികളെ പാത്തോജൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പാത്തോജൻസ്. അപ്പൊ രോഗങ്ങളെയും രോഗാണുക്കളെയും കുറിച്ചുള്ള പഠനം എന്താ മക്കളെ? പത്തോളജി അല്ലേ? രോഗമുണ്ടാക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവികളെ എന്ത് വിളിക്കും? പാത്തോജൻസ്. സെറ്റാണോ? സെറ്റാണോ? അപ്പൊ രോഗങ്ങളെ രോഗാണുക്കളെയും കുറിച്ചുള്ള പഠനം എന്താ? പത്തോളജി. കിട്ടിയോ? രോഗങ്ങള് 2 തരമുണ്ട്. 2 തരം രോഗങ്ങളുണ്ട്. രോഗങ്ങളെ നമുക്ക് എത്രയായി തിരിക്കാം? 2ആയി തിരിക്കാം. ഒന്ന് പകരുന്നവ, 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 പകരാത്തവ. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. പകരുന്നവയുണ്ട്, പകരാത്തവയുണ്ട്. സിമ്പിൾ. പകരുന്ന രോഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, വൈറസ് രോഗം, ബാക്ടീരിയ രോഗം, ഫംഗസ് രോഗം, പ്രോട്ടോസോവ രോഗം. ഏതൊക്കെയാ? വൈറസ് രോഗങ്ങൾ പകരും, ബാക്ടീരിയ രോഗങ്ങൾ പകരും, ഫംഗസ് രോഗങ്ങൾ പകരും, പ്രോട്ടോസോവ രോഗങ്ങൾ പകരും. പകരാത്ത രോഗം ഏതാ? ജീവിത ശൈലി രോഗം. ജീവിത ശൈലി രോഗം പകരില്ല. ജീവിത ശൈലി രോഗം പകരില്ല. ജനിതക രോഗം പകരില്ല. ജീവിത ശൈലി രോഗം പകരില്ല. ജനിതക രോഗം പകരില്ല. തൊഴിൽ സംബന്ധമായ രോഗം പകരില്ല. തൊഴിൽ സംബന്ധമായ രോഗം പകരില്ല. പകരുവോ? ഞാൻ പാറമടയിൽ ജോലിക്ക് പോകുന്ന ഒരുവനാണ്. എനിക്ക് സിലിക്കോസിസ് എന്ന അസുഖം വന്നു. അത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ രോഗമാണ് അല്ലെ? എന്ന് കരുതി എന്റെ കൂടെ ബസ്സിൽ സഞ്ചരിക്കുന്ന ആൾക്കത് പകരുമോ? ഇല്ലല്ലോ. അപ്പൊ തൊഴിൽ സംബന്ധമായ രോഗം പകരില്ല. ജനിതക രോഗങ്ങൾ പകരില്ല. ആ ജീവിതശൈലി രോഗം പകരില്ല. എനിക്ക് പൊണ്ണത്തൊടി ഉണ്ട്, എന്റെ അടുത്തിരുന്നവർ വരുവോ? ഇല്ല. എനിക്ക് സ്ട്രോക്ക് സാധ്യതയുണ്ട്, എനിക്ക് സ്ട്രോക്ക് വന്നവനാ, അടുത്തിരുന്ന സ്ട്രോക്ക് വരുവോ? ഇല്ല. അപ്പൊ ചില രോഗങ്ങൾ പകരില്ല. അതുപോലെ എനിക്ക് വിറ്റാമിൻ എയുടെ അപര്യാപ്തതയുണ്ട് എന്ന് കരുതി എനിക്ക് നിശാന്തതയാണെന്ന് പറഞ്ഞ എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് നിശാന്തത വരില്ല. അപ്പൊ പകരാത്ത രോഗം അപര്യാപ്തത രോഗം. അപ്പൊ മക്കളെ, രോഗങ്ങളെയും രോഗാണുക്കളെയും കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. ഏതാണ്? പാത്തോളജി. സെറ്റ്. അപ്പൊ രോഗങ്ങളെ എത്രയായി തിരിച്ചു? 2ആയിട്ട്. പകരുന്നവയെന്നും പകരാത്തവയെന്നും. പകരുന്ന രോഗം ഏതൊക്കെയാ? നമ്മൾ ഇത്രയും നാള് പഠിച്ചു വെച്ചേക്കുന്ന എന്താ? അനവധി കോഡുകളിലൂടെ ആയിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത് അല്ലെ? നമുക്ക് കോഡൊക്കെ നല്ലതാണ്. പക്ഷെ വൈറസ് രോഗം, ബാക്ടീരിയ രോഗം, ഫംഗസ് രോഗം, പ്രോട്ടോസോ രോഗം ഇതെല്ലാം പകരും. പകരാത്തത് ഏതാ? ജീവിതശൈലി രോഗം, തൊഴിൽ സംബന്ധമായ രോഗം, ജനിതക രോഗം, അതുപോലെ തന്നെ അപര്യാപ്ത രോഗം. ബേസ് മനസ്സിലായല്ലോ മക്കളെ? ഇവിടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ജീവിതശൈലി രോഗം. ഈ തന്നിരിക്കുന്നവയിൽ ഹീമോഫീലിയ ആണ് ആൻസർ. കാര്യം ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. എന്താ പറഞ്ഞേ? നോക്കിയേ, പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ? അമിത ഭക്ഷണം മൂലം ഉണ്ടാകുന്ന, ഷുഗറിന്റെ അമിത ഉപയോഗം മൂലം ഉണ്ടായ രോഗമാണ് പ്രമേഹം. ആ പ്രമേഹം പല ടൈപ്പ് ഉണ്ടെങ്കിലും പ്രമേഹം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതശൈലി പ്രമേഹമാണ്. അത് പ്രമേഹം 1 ഉണ്ട്, പ്രമേഹം 1 ഉണ്ട്, പ്രമേഹം 2 ഉണ്ട്. ഓക്കെ, പ്രമേഹം 1 ഉണ്ട്, ടൈപ്പ് 1 പ്രമേഹം ഉണ്ട്, ടൈപ്പ് 2 പ്രമേഹം ഉണ്ട്. ഇതിൽ ഏതാണ് മക്കളെ ജീവിതശൈലി പ്രമേഹം? ടൈപ്പ് 2 പ്രമേഹം. ഏതാണ്? ടൈപ്പ് 2 പ്രമേഹം. ഏതാണ്? പ്രമേഹം എത്രയാടേ? 2 ടൈപ്പ്. മക്കളെ, നിങ്ങൾ
ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ശരിക്കും പ്രമേയം 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ ജസ്റ്റേഷൻ ഡയബറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. നമുക്കത് വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നമുക്ക് പഠിക്കണ്ട. പ്രമേയം 2 ടൈപ്പ്, ടൈപ്പ് 1, ടൈപ്പ് 2. ഇതിലേതാണ് ജീവിതശൈലി പ്രമേയം? ടൈപ്പ് 2 പ്രമേയം. കിട്ടിയോ? കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മളെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ടൈപ്പ് 2 ടൈപ്പ് 1 തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഫാറ്റി ലിവർ, കൊഴുപ്പടിഞ്ഞുകൂടി ലിവറിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, ഫാറ്റി ലിവർ. അടുത്തത് പക്ഷാഘാതം. പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് പക്ഷാഘാതം അല്ലെ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അമിത ഭക്ഷണം മൂലം, കൊഴുപ്പിന്റെ ഉപയോഗം മൂലം രക്തക്കുഴലിന്റെ ഭിത്തിയിൽ കൊഴുപ്പ്, കാൽഷ്യം, ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടി തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതം. ഇതൊക്കെ ജീവിതശൈലി രോഗം. അപ്പൊ ആൻസർ ഏതാ? ഹീമോഫീലിയ. ഹീമോഫീലിയയെ കുറിച്ച് 2 വാക്ക്. അപ്പൊ എന്താ? രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏത്? ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം എന്നാ മക്കളെ? ഏപ്രിൽ 17. അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. കിട്ടിയോ? ഹീമോഫീലിയ എന്ന അസുഖം ആദ്യം ഉണ്ടായത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലാണ്. സോ രാജകീയ രോഗം. എന്ത് രോഗം? രാജകീയ രോഗം. ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഹീമോഫീലിയ. കിട്ടിയോ? അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏതാ? ഹീമോഫീലിയ. നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വാ. നോക്ക്, ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. പക്ഷാഘാതം എന്താ? പക്ഷാഘാതം സ്ട്രോക്ക്. പക്ഷാഘാതം എന്താ? സ്ട്രോക്ക് ആണ് അല്ലെ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സ്ട്രോക്കിനും അറ്റാക്കിനും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം, ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഏതാ? ഹാർട്ട് അറ്റാക്ക് അല്ലെ? ഹാർട്ട് അറ്റാക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിന്റെ രണ്ടിന്റെയും കാരണങ്ങളും സെയിം ആണ്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു രക്തക്കുഴലിനെ പടം വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്ക്. ഒരു രക്തക്കുഴലിനെ പടം വരയ്ക്കുന്നു. ഈ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ എന്ത് പറ്റി പിടിക്കുന്നു? കൊഴുപ്പ്, കാൽഷ്യം. എന്തൊക്കെയാ പറ്റി പിടിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ്, കാൽഷ്യം, ഗ്ലൂക്കോസ് എന്നിവ പറ്റി പിടിക്കുന്നു. കണ്ടോ? ഇവിടെ ഇത്രയും ഭാഗത്ത് എന്ത് പറ്റി പിടിച്ചേക്കോ മക്കളെ? കൊഴുപ്പ്, കാൽഷ്യം, ഗ്ലൂക്കോസ് എന്നിവ പറ്റി പിടിച്ച്. കണ്ടോ? നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നോക്ക്. അപ്പൊ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ എന്ത് പറ്റി പിടിച്ച്? കൊഴുപ്പ് പറ്റി പിടിക്കും. സ്വാഭാവികമായിട്ട് കൊഴുപ്പിനകത്ത് കാൽഷ്യം പറ്റി പിടിക്കും, ഗ്ലൂക്കോസ് പറ്റി പിടിക്കും അല്ലെ? അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന ധമനിയുടെ ഇത്രയും വ്യാസം കുറഞ്ഞില്ലേ? ഇത്രയും വ്യാസം ഉണ്ടായിരുന്ന, നോക്കിയേ, ഇതായിരുന്നു ധമനിയുടെ ഉൾവ്യാസം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കിയേ, മൊത്തം കൊഴുപ്പ് പറ്റിപ്പിടിച്ച് എന്ത് സംഭവിച്ചു? ഉൾവ്യാസം കുറഞ്ഞു. എന്ത് കുറഞ്ഞു മക്കളെ? ഉൾവ്യാസം കുറഞ്ഞു. പഴയതുപോലെ രക്തം ചെല്ലുവോ? പഴയതുപോലെ നോക്ക്, ഈ ബ്ലോക്ക് ഇങ്ങനെ കൂടി വന്നാൽ പഴയതുപോലെ രക്തം അപ്പുറത്തേക്ക് പോവോ? ഇല്ല. അപ്പൊ ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ, ഹൃദയപേശികൾക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് അസുഖം ഉണ്ടാവും? ഹൃദയാഘാതം ഉണ്ടാവും. എങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ടാൽ എന്തുണ്ടാവും? പക്ഷാഘാതം ഉണ്ടാവും അല്ലെ? പക്ഷാഘാതവും ഹൃദയാഘാതവും മനസ്സിലായോ? രണ്ടും. ഹൃദയത്തിലേക്ക് രക്തം എത്തുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഹൃദയാഘാതം. തലച്ചോറിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെട്ടാൽ എന്തുണ്ടാവും? പക്ഷാഘാതം. അപ്പൊ ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം ഏത്? ചോയ്സ് നോക്കിയേ. കരളിൽ കൊഴുപ്പടിയുന്നത് അല്ല. ഹൃദയാഘാതം. ഏതാണ്? ഹൃദയാഘാതം അല്ല. മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് അൽഷിമേഴ്സ്. അപ്പൊ ഏതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ട് വരുന്ന ആൻസർ? ഏതാ? മൂന്നാമത്തെയാണ് അല്ലെ? മൂന്നാമത്തത്. അപ്പൊ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഏതാ മക്കളെ? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. ലോക സ്ട്രോക്ക് ദിനം ഒക്ടോബർ 29. ലോക സ്ട്രോക്ക് ദിനം ഒക്ടോബർ 29. നോക്കിയേ, ജീവിതശൈലി രോഗം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ ജീവിതശൈലി രോഗം? ജീവിതശൈലി രോഗം എന്താ നമുക്ക് നോക്കാം. അതിനുമുമ്പേ എന്തെല്ലാമാണ് ഈ ജീവിതശൈലി രോഗത്തിന്റെ കാരണങ്ങൾ നോക്കാം. തെറ്റായ നമ്മുടെ ജീവിത രീതി, അനാരോഗ്യപരമായ ജീവിത രീതി നമ്മളിൽ വരുത്തുന്ന രോഗമാണ് ഏതാ? ജീവിത ശൈലി രോഗം. നോക്കിയേ, അപ്പൊ അനാരോഗ്യപരമായ ജീവിത രീതി നമ്മളിൽ വിളിച്ചു വരുന്ന രോഗമാണ് ഏതാ? ജീവിത ശൈലി രോഗം. തെറ്റായ ജീവിത രീതി വിളിച്ചിരുന്ന രോഗങ്ങൾ എന്ത് വിളിക്കും? ജീവിത ശൈലി രോഗം. അതിന്റെ കാരണങ്ങൾ നോക്കിയേ. എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്ക്. അമിത ഭക്ഷണം. ഏതാണ്? അമിത ഭക്ഷണം,
പോഷകക്കുറവ്. അപ്പൊ നോക്കിയേ, ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഓവറായിട്ട് ഫുഡ് കഴിക്കുക, അമിത ഭക്ഷണം, അതുപോലെ തന്നെ പോഷകക്കുറവ്. ഒരാൾക്ക് അമിത ഭക്ഷണമാണെങ്കിൽ മറ്റൊരാൾക്ക് ഭക്ഷണം ഇല്ലാത്തവരും കാണുമല്ലോ. രണ്ട് സൈഡില്ലേ, അമിത ഭക്ഷണം, പോഷകക്കുറവ്. രണ്ട്, വ്യായാമമില്ലായ്മ. എന്തില്ലായ്മ? വ്യായാമമില്ലായ്മ. കടുത്ത മാനസിക സംഘർഷം. ഏതാണ്? കടുത്ത മാനസിക സംഘർഷം. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാ പറഞ്ഞേ? അമിത ഭക്ഷണം, പോഷകക്കുറവ്, വ്യായാമമില്ലായ്മ. അപ്പൊ അമിത ഭക്ഷണം, പോഷകക്കുറവ്, വ്യായാമമില്ലായ്മ, കടുത്ത മാനസിക സംഘർഷം, മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം മൂലമുള്ള രോഗങ്ങളെ എന്ത് വിളിക്കും? ജീവിത ശൈലി രോഗം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ മക്കളുടെ മനസ്സിലിരിക്കുക, എങ്കിലേ ഉത്തരത്തിലേക്ക് വരാൻ പറ്റൂ. അമിത ഭക്ഷണം മൂലം എന്തൊക്കെ പ്രശ്നം വരും? പ്രമേഹം വരും, കൊളസ്ട്രോൾ വരും, ഇല്ലേ? പൊണ്ണത്തടി വരും, സ്ട്രോക്ക് വരും, അറ്റാക്ക് വരും, ഇല്ലേ? വരുത്തില്ലേ? പ്രഷർ കൂടും. അപ്പൊ ഇതെല്ലാം എന്ത് രോഗമാ? ജീവിതശൈലി രോഗമാണ്. പറഞ്ഞ മനസ്സിലായോ? ജീവിതശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയം ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് അമൃതം ആരോഗ്യം. ഏതാണ്? അമൃതം ആരോഗ്യം. നോക്കിയേ, ജീവിത ശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്ന പ്രോജക്റ്റ് 2011 നിലവിൽ വന്നത്. എന്നാ നിലവിൽ വന്ന്? 2011. എന്നാ നിലവിൽ വന്ന്? 2011. ആരാണ് ആ പ്രോജക്റ്റിന് പിന്നിൽ? കേരള ഗവൺമെന്റ് ഉണ്ട്. അതായത് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നാഷണൽ ഹെൽത്ത് മിഷനും. ആരൊക്കെയാണ്? നാഷണൽ ഹെൽത്ത് മിഷനും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടപ്പിലാക്കിയ പ്രോജക്റ്റ് ആണ് ഏത് മക്കളെ? അമൃതം ആരോഗ്യം. മക്കളെ മനസ്സിലായോ? അപ്പൊ ജീവിത ശൈലി രോഗത്തിന് സൗജന്യ രോഗനിർണയം ചികിത്സയും ഉറപ്പാക്കുന്ന പ്രോജക്റ്റ് ആണ് ഏതാ? അമൃതം ആരോഗ്യം. അപ്പൊ നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗമാണ് അല്ലെ? നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗമാണ് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക. കുറെ അധികം കേരളത്തിലെ ഡ്രൈവർ തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അത്ര വലിയ ഒരു പണി ഇല്ല ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അത്ര വലിയ ഈ പരീക്ഷ എന്നല്ല, ഏത് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. ഏത് കാര്യവും പറ്റും അല്ലേ? അപ്പൊ നിങ്ങൾ നല്ല അർപ്പണ മനോഭാവത്തോടു കൂടി ഇതിന് തയ്യാറെടുക്കുന്ന ഒരുവനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഡ്രൈവർ ഗ്രേഡ് പരീക്ഷയുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. മക്കളെ, ഈ പരീക്ഷ നമ്മൾ വിൻ ചെയ്യണം. അതിനുവേണ്ടി സമയബന്ധിതമായി നിങ്ങൾ പഠിക്കണം. നിങ്ങളത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ എല്ലാ പിള്ളേരും പറയുന്നൊരു കാര്യമാണ്, എന്താ? എനിക്ക് പഠിക്കണം. പക്ഷെ അവര് ഈ പറയുന്ന സമയമാകുമ്പോൾ പറയും, ഇന്ന് വേണ്ട, ഇന്ന് ലക്ഷണം ഇല്ലാത്ത ദിവസമാണ്, ഇന്ന് ഐശ്വര്യം ഇല്ലാത്ത ദിവസം, ഇന്ന് വേണ്ട, നാളെ തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ തുടങ്ങാം, ഇങ്ങനെ മാറ്റി വെക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒരു മെന്റർഷിപ്പ് അത്യാവശ്യമായി വേണം ഇല്ലേ? അപ്പൊ ഒരു പുതിയ രീതിക്കനുസരിച്ചുള്ള ഒരു മെന്റർഷിപ്പ് കിട്ടിയാൽ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളോടൊപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കണം. അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ പരീക്ഷ നിങ്ങൾ വിജയിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.